2021 മെയ് മാസത്തിലാണ് സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ പൂർണ്ണമായും 4 വർഷം തികഞ്ഞിരിക്കുകയാണ്. ഈ 4 വർഷം തികയുന്നതിൻ്റെ ഭാഗമായി നേരത്തെ ആരംഭിച്ച ഒരു പരിപാടിയുടെ ഭാഗമായാണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇവിടെ സമ്മേളിക്കുന്നത്. 23-ന് തിരുവനന്തപുരത്ത് സമാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ 12 ജില്ലകൾ ഇതോടുകൂടി പൂർത്തിയാവുകയാണ്. ഈ ജില്ലകളിൽ രാവിലെ ഇതുപോലുള്ള ഒരു പ്രഭാത യോഗം, ആ യോഗത്തിൽ നാടിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ നാട് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്ന ഒരു യോഗമായിട്ടാണ് ഇത് മാറുന്നത്. ഇന്നിവിടെ ഒരു പ്രത്യേക വിഷമം വന്നുകൊണ്ട് വൈകുന്നേരത്തെ റാലിയില്ല എന്ന് മാത്രം. ഇവിടുത്തെ മഴ വലിയ തോതിൽ 2 ദിവസം കൂടിയതുകൊണ്ട് നമ്മുടെ പൊതുയോഗം നടത്തേണ്ട സ്ഥലത്ത് വല്ലാത്ത പ്രയാസം വന്നു കാരണം അവിടെ നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നിരിക്കുന്നു. എന്നാൽ ഇതേവരെ നടന്ന എല്ലാ ജില്ലകളിലും രാവിലത്തെ യോഗവും വൈകുന്നേരത്തെ പൊതുറാലിയും വലിയ വിജയമായാണ് കണ്ടത്. നല്ല നിലയിൽ ജനപങ്കാളിത്തം ഉണ്ടായി എന്താണ് അനുഭവം. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ 2021 അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 4ാം വാർഷികമാണിത്. യഥാർത്ഥത്തിൽ 2016 അധികാരത്തിൽ വന്ന സർക്കാർ അതിന് മുൻപത്തെ 5 വർഷം അധികാരത്തിലിരുന്ന 2016 മുതൽ അധികാരത്തിലിരുന്ന LDF സർക്കാരിൻ്റെ തുടർച്ച എന്ന നിലക്ക് കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തി ജനങ്ങൾ LDFന് തുടർഭരണം സമ്മാനിച്ചതിൻ്റെ ഭാഗമായാണ് 21 ഗവൺമെൻറ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ 9 വർഷം 2016 മുതലുള്ള 9 വർഷം LDF തുടർച്ചയായി ഭരണം നടത്തുകയാണ്.